പക്ഷേ UK-യും അമേരിക്കയുമായിട്ട് ചരിത്രപരമായി വളരെ അടുത്ത് സൗഹൃദം പുലർത്തുന്ന രാഷ്ട്രങ്ങളാണ്. പക്ഷേ സമീപകാലത്ത് ബന്ധങ്ങളിൽ എന്തൊക്കെയോ വിള്ളലുകൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ആയുധ ഇടപാടുകൾ സംബന്ധിച്ചാണ്. അമേരിക്കൻ നിർമ്മിത F-35 യുദ്ധവിമാനങ്ങൾ സംബന്ധിച്ച് UK-ക്ക് വലിയ പരാതികളുണ്ട്. അതൊന്ന്. പിന്നെ ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന നരനായാട്ട് സംബന്ധിച്ച് അമേരിക്കയ്ക്ക് അഭിപ്രായ വ്യത്യാസമില്ലെങ്കിലും UK, ഫ്രാൻസ്, ജർമ്മനി പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ കടുത്ത വിയോജിപ്പുണ്ട്. അതിൽ അവർ സ്വതന്ത്രമായ നിലപാടുകൾ പറയുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ബ്രിട്ടനിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ട്രംപിന് എന്താണ് അവിടെ കാത്തിരിക്കുന്നത്? ട്രംപിൻ്റെ സന്ദർശനം വളരെ ചരിത്രപരമാണ്, ചരിത്ര പ്രാധാന്യമുള്ള ഒരു സന്ദർഭത്തിലുമാണ്. ഇന്നലെ അദ്ദേഹം അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം ലോകം കാണുന്നത്, ഒന്ന്, ഒരേ അമേരിക്കൻ പ്രസിഡന്റ് രണ്ടാം തവണ സന്ദർശിക്കുന്നതിനെ സാധാരണഗതിയിൽ ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ ആരവങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ ഇന്നലെ ട്രംപിന് വമ്പിച്ച സ്വീകരണമാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ട്രംപിൻ്റെ രണ്ടാമത്തെ സന്ദർശനമാണ്. എന്നിട്ട് പോലും സാധാരണഗതിയിൽ ഒഫീഷ്യലായിട്ടുള്ള സന്ദർശനത്തിന് ലോക നേതാക്കൾക്ക് ബ്രിട്ടൻ കൊടുക്കുന്ന അംഗീകാരം, സൈനിക പരേഡ്, വിമാന പ്രകടനങ്ങൾ ഒക്കെ രണ്ടാം തവണയും ട്രംപ് വരുമ്പോൾ കൊടുത്തു. അപ്പോൾ ട്രംപും ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധങ്ങളിൽ ചില പുതിയ മുന്നേറ്റങ്ങൾ, പുതിയ അടുപ്പങ്ങൾ ഉണ്ടായി വരുന്നതിൻ്റെ സൂചനയാണത്. മാത്രമല്ല, ഇന്നലെ വിൻസർ കാസിലിൽ എന്ന് വെച്ചാൽ അവിടുത്തെ കൊട്ടാരത്തിൽ രാജകുടുംബാംഗങ്ങളോടൊപ്പമുള്ള വിരുന്നിന് അദ്ദേഹം പങ്കെടുത്തു. ഇന്നാണെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാക്കളും ഉൾപ്പെടെയുള്ള കൂടിക്കാഴ്ച അദ്ദേഹമായിട്ടുണ്ട്. മാത്രമല്ല, ബ്രിട്ടനിലെ വ്യവസായ പ്രമുഖരുടെ മാത്രം ഒരു യോഗത്തിൽ എക്സ്ക്ലൂസീവായിട്ട് അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. എന്താണ് ഈ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ഒന്ന്, അമേരിക്കൻ വ്യാപാരം വലിയ പ്രതിസന്ധിയിലാണ്. വ്യാപാരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യം. പ്രധാനപ്പെട്ട 3 മേഖലയിലുള്ള വ്യാപാരങ്ങൾ. ഒന്ന്, ഈ സാങ്കേതിക രംഗത്ത്, പുതിയ സാങ്കേതിക വിദ്യയിൽ, പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധി, AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖല, അതാണ് ഏറ്റവും പുതിയ മേഖല. ആ മേഖലയിൽ ഗവേഷണവും വികസനവും ശക്തിപ്പെടുത്താനുള്ള പുതിയ കരാറുകൾ ഉണ്ടാക്കുക. അത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് അതിൽ അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും അത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് സംയുക്ത ഫണ്ട് ഉണ്ടാക്കുക. അമേരിക്ക, UK, US സംയുക്ത ഫണ്ട് കണ്ടെത്തുക. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. അതുകൊണ്ട് ഏറ്റവും പുതിയ ലോകത്തിൻ്റെ സാങ്കേതികമായ സമ്പത്ത്, ഈ ഡാറ്റയും നിർമ്മിത ബുദ്ധിയും ഉൾപ്പെടെയുള്ള സമ്പത്ത്, അത്തരം സ്ഥാപനങ്ങളുടെ വളർച്ച, അതിൻ്റെ ഗവേഷണം, അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അജണ്ട, പ്രധാനപ്പെട്ട അജണ്ട. 2, ഊർജ്ജമാണ് വലിയൊരു പ്രശ്നം. പുതിയ എനർജി, അതിൽ ഇപ്പോൾ റിന്യൂവൽ എനർജി, ഇപ്പോൾ വീണ്ടും നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റിയ എനർജി രൂപങ്ങൾ, അതുപോലെ സിവിൽ ആണവ സഹകരണം എന്ന് പറഞ്ഞാൽ സമാധാന ആവശ്യത്തിന് ആണവ ഊർജം ഉപയോഗിക്കാനുള്ള സംരംഭങ്ങൾ, അതുപോലെ തന്നെ ഏതൊരു ഊർജ്ജമാണെങ്കിലും കാർബൺ മലിനീകരണം കുറച്ചുകൊണ്ടുള്ള ഊർജ്ജ നിർമ്മാണം. ഈ പ്രധാനപ്പെട്ട 3 മേഖലകളിൽ ഊന്നിക്കൊണ്ടുള്ള ഊർജ്ജ രംഗത്തെ കമ്പനികൾ, അത്തരം ധാരാളം കമ്പനികൾ പുതിയ കാലത്ത് അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ കമ്പനികൾക്ക് അമേരിക്കയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ വളരാൻ കഴിയില്ല. അത്തരം കമ്പനികൾക്ക് UK-യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംരംഭങ്ങൾ ആലോചിച്ചുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ അജണ്ട. മൂന്നാമത്തെ അജണ്ട തീർച്ചയായിട്ടും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ വ്യാപാരം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കൻ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താനുള്ള ധാരാളം സംരംഭങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ, വ്യാപാര കരാറുകൾ, പുതിയ താരിഫ്, പ്രത്യേകിച്ച് അമേരിക്കയും ബ്രിട്ടനും തമ്മിൽ ഒപ്പുവെക്കാൻ ആലോചിക്കുന്ന പ്രധാനപ്പെട്ട മേഖല, ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന മേഖല സ്റ്റീലും അലൂമിനിയവുമാണ്. സ്റ്റീലും അലൂമിനിയവും സംബന്ധിച്ച് താരിഫിൽ തർക്കമുണ്ട് ഇവർക്ക് തമ്മിൽ. എല്ലാ രാജ്യങ്ങളോടും അമേരിക്ക താരിഫ് ചൊല്ലി കലഹിക്കുന്നുണ്ട്, ബ്രിട്ടനോടും പ്രത്യേകിച്ച് കലഹിക്കുന്നുണ്ട്. അപ്പോൾ ആ താരിഫിലൊക്കെ തീരുമാനമെടുക്കുക. ഈ US-ഉം UK-യും തമ്മിലുള്ള ഇത്തരം ഈ സ്റ്റീൽ അലൂമിനിയം വ്യാപാരത്തിൻ്റെ നിക്ഷേപം ഇരട്ടിയാക്കുക, ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയെങ്കിലും ആക്കുക. 2 രാജ്യങ്ങൾക്കും ഗുണമുണ്ടാക്കുന്ന തരത്തിൽ നിക്ഷേപം ഇരട്ടിയാക്കാനുള്ള ചർച്ചകളും കരാറുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡ്രാഫ്റ്റ് വെച്ചുള്ള ചർച്ചകളുമാണ് നടക്കുന്നത്. പ്രധാനമായും അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സന്ദർശനത്തിന് ഈ 3 അജണ്ടയാണ്. 3ഉം വ്യാപാരപരമാണ്. എങ്കിൽ പോലും ഈ സന്ദർശനത്തിന് മറ്റു ചില രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് ലോകമാധ്യമങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ 2 കാരണം, അമേരിക്കൻ പ്രസിഡന്റ് അവിടെ സന്ദർശിക്കുന്നത് തീർച്ചയായിട്ടും അമേരിക്ക താരിഫിൻ്റെ പേരിൽ ലോകത്തിലെ ഒട്ടേറെ രാജ്യങ്ങളോട് കലഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ UK-ക്കും അമേരിക്കയ്ക്കും തമ്മിൽ വ്യാപാരപരമായൊരു ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ഈ സന്ദർശനത്തിനുണ്ട്. എന്നാൽ അതല്ലാത്ത 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ സന്ദർഭത്തിനുണ്ട്, 2 പ്രാധാന്യമുണ്ട്. ഒന്ന്, അമേരിക്കയിലും
ബ്രിട്ടനിലും അമേരിക്കയിൽ ട്രംപ് തന്നെ മുൻകൈയെടുത്ത് നടത്തുന്ന കുടിയേറ്റ വിരുദ്ധ ക്യാമ്പയിനുകളുണ്ട്. പലതരത്തിൽ നിയമ നടപടികളായിട്ട്, വിസ നിയന്ത്രണങ്ങളായിട്ട്, പലതരത്തിലുള്ള പുറത്താക്കലുകളായിട്ട്, വാട്ടിയൂടിക്കലുകളായിട്ട്, പ്രസ്താവനകളായി, രാഷ്ട്രീയ പോരാട്ടങ്ങളായിട്ടൊക്കെയുള്ള കുടിയേറ്റ വിരുദ്ധ ഈ കുടിയേറ്റ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് അമേരിക്കയിൽ ട്രംപ് തന്നെ നേതൃത്വം നൽകുന്നു. ബ്രിട്ടനിലാണെങ്കിൽ സമാന്തരമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ബോറിസിന്റെ നേതൃത്വത്തിൽ 1,00,000 പേരൊക്കെ പങ്കെടുത്ത റാലി. ആ റാലിയെ, അത് തീവ്ര വലതുപക്ഷക്കാരാണ്, ആ റാലിയെ തടയാൻ ബ്രിട്ടനകത്ത് തന്നെ ആ റാലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ നേരിടാൻ, തെരുവിൽ നേരിടാൻ ബദൽ മൂവ്മെന്റ്, ആന്റി ഫാസിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ മൂവ്മെന്റ് ഉണ്ടാകുന്നു. അതുകൊണ്ട് കുടിയേറ്റ വിരുദ്ധ പ്രകടനങ്ങൾ ഒരുപോലെ അമേരിക്കയിലും ബ്രിട്ടനിലും ശക്തിപ്പെടുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഈ പോക്ക്. അതുകൊണ്ടൊരു പക്ഷേ ആ മേഖലയിൽ സംയുക്തമായ ചില തീരുമാനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ശ്രമങ്ങളും കൂടി ഈ നടക്കാതെ. അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു അർത്ഥം ഇപ്പോൾ അമേരിക്കയിലെ ഇന്ത്യക്കാരാണ് കഷ്ടപ്പെടുന്നതെങ്കിൽ, അമേരിക്കയിലെ ഇന്ത്യക്കാരാണ് ഭീഷണി നേരിടുന്നതെങ്കിൽ, സാമാന്യേന സുരക്ഷിതമായി പണിയെടുത്ത് ജീവിക്കുന്ന UK ഇന്ത്യക്കാർക്ക് കൂടി പുതിയ വിപത്തുണ്ടാക്കാൻ ഈ ട്രംപിന്റെ സന്ദർശനത്തിന് കാരണമായേക്കാം എന്നൊരു കാരണമുണ്ട്. വേറെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒരു പക്ഷേ നയതന്ത്രപരമായി ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഈ സന്ദർശനത്തിന്റെ, ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, രണ്ടു കൂട്ടർക്കും ചില പൊതുശത്രുക്കളെ നേരിടേണ്ടതുണ്ട്. അമേരിക്കയ്ക്ക് പ്രത്യക്ഷത്തിൽ അത് ചൈനയാണ്. ചൈന മാത്രമല്ല, റഷ്യയുമാണ്. ഈ റഷ്യയാണെങ്കിൽ അമേരിക്കയുടെ ശത്രു പട്ടികയിലുള്ള, റഷ്യയുമായി വ്യാപാര ബന്ധം നടത്തുന്നതാണല്ലോ അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങളുടെ മേലുള്ള കുറ്റം, ഇന്ത്യക്കുൾപ്പെടെയുള്ള കുറ്റം അതാണല്ലോ. എന്നാൽ റഷ്യയുടെ ശത്രുതയോടെ പെരുമാറുന്ന, റഷ്യയെയും ചൈനയെയും മുഖ്യ ശത്രുവായി കണ്ടുകൊണ്ട് മുന്നേറുന്ന അമേരിക്ക, ഈ റഷ്യയാകട്ടെ സമീപകാലത്ത് ബ്രിട്ടനും വലിയ ശത്രുത ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രിട്ടനിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത, കഴിഞ്ഞ കുറെ കാലമായി വളരെ സൈലന്റ് ആയിട്ട് റഷ്യ 10,000-ഓളം മിസൈലുകൾ ബ്രിട്ടന്റെ പല ഭാഗത്തേക്കായിട്ട് ഡ്രോണുകൾ, മിസൈലുകളല്ല ഡ്രോണുകൾ വിക്ഷേപിച്ചു നോക്കി പരീക്ഷണാടിസ്ഥാനത്തിൽ. അപ്പൊ ഏത് നേരത്തും ബ്രിട്ടനെ ആക്രമിക്കാൻ പോലും റഷ്യ സജ്ജമാണ് എന്നൊരു തോന്നലുണ്ടാക്കിയിട്ടുണ്ട്. അത് വാർത്തകളിൽ വന്നിരുന്നു. ആ ഒരു ആശങ്ക അവർക്കുണ്ട്. അമേരിക്കയോട് ഒരു ആത്മബന്ധം ശക്തിപ്പെടുത്തേണ്ട ഒരു ആവശ്യം അവർക്കുണ്ട്. 2, ഈ യൂറോപ്യൻ യൂണിയനിലെ ദുർബലരായ 3 രാജ്യങ്ങളെ അടിയന്തരമായി റഷ്യ ആക്രമിക്കുമെന്ന് ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. ഈ എസ്റ്റോണിയ, ലിത്വാനിയ, ലാത്വിയ തുടങ്ങിയ 3 രാജ്യങ്ങൾ, ബാൾട്ടിക് രാജ്യങ്ങൾ എന്നാണ് അവരെ പറയുക, ബാൾട്ടിക് കടലിനോട് ചേർന്നുള്ള രാജ്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, യൂറോപ്യൻ യൂണിയനിലെ ദുർബല രാജ്യങ്ങളെ നേരിട്ട് വിഴുങ്ങാൻ തന്നെ റഷ്യ തയ്യാറായി നിൽക്കുന്നു. പഴയ സോവിയറ്റ് യൂണിയന്റെ ഒരു തലത്തിലേക്ക് റഷ്യ വീണ്ടും ഒരു സാമ്രാജ്യത്വ മോഹം വികസിപ്പിക്കുന്നു എന്നൊരു തോന്നലുണ്ട്. ബ്രിട്ടന് നേരെ തന്നെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റഷ്യയെ ബ്രിട്ടൻ ഭയപ്പെടുന്നുണ്ട്, അതേ റഷ്യയെ അമേരിക്കയും ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ലോകത്ത് ഈ പൊതുശത്രുവിനെതിരായി ഒരു പുതിയ മുന്നണി, UK-യും US-ഉം തമ്മിൽ ഉണ്ടായി വരാനുള്ള ഒരു പുതിയ മുന്നേറ്റം, അത് പലപ്പോഴും വേണ്ടത്ര വിജയിക്കാതെ പോയതാണ്. ക്വാഡ് പോലുള്ള ശ്രമങ്ങളൊക്കെ അമേരിക്ക നടത്തിയിരുന്നു, അറിയാലോ. ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ ചേർത്തുകൊണ്ട് ഇന്ത്യയെ കൂടി അതിനകത്ത് ചേർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ഇനി ക്വാഡിൽ സജീവമായി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ത്യ അമേരിക്കയെ ഉപേക്ഷിച്ചുകൊണ്ട് ഉള്ള ബദൽ രാഷ്ട്ര കൂട്ടായ്മകൾക്ക് മുൻകൈ എടുക്കുന്നുണ്ട്, നമ്മളെ ബ്രിക്സ് ഉൾപ്പെടെയുള്ള കൂട്ടായ്മകൾക്ക്. അതുകൊണ്ട് ഇന്ത്യയെ ക്വാഡിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ ക്വാഡിനെ കുറെ കൂടി ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിരോധ മുന്നണി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം കൂടി ട്രംപിന്റെ ഈ സന്ദർശനത്തിൽ ഉണ്ട് എന്നുകൂടി നിരീക്ഷകർ കാണുന്നുണ്ട്. ഇതാണ് ഈ യാത്രയുടെ ഒരു പ്രാധാന്യം.